മലപ്പുറം താനൂരിൽ 3 ദിവസം പ്രായമായ കുഞ്ഞിനെ അമ്മ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കുട്ടിയുടെ മൃതദേഹം ഇന്ന് പുറത്തെടുക്കും. കുഞ്ഞിന്റെ അമ്മ ഊട്ടുപുറം സ്വദേശിനി ജുമൈലത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, അതിദാരുണമായ ഒരു സംഭവം, നമ്മളൊക്കെയും വേദനിപ്പിച്ച ഒരു സംഭവം. ഇന്നലെയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ തന്നെയാണ് സാധ്യത. അപ്പം ഈ അന്വേഷണം, പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കിപ്പി, നാടിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇന്നലെ പുറത്തു വരുന്നത്. സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഈ സംഭവത്തിൻ്റെ വിവരം പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ആ നാടിനെ ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള, കാരണം 3 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ കൊന്ന് കുഴിച്ചു മൂടുന്ന ഒരു സ്ഥിതി മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഒട്ടുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കിപ്പോൾ കാണാം, ഈ താനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതിയായിട്ടുള്ള ജുമൈലത്ത് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ വൈകിട്ടോടെ ജുമൈലത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ജുമൈലത്ത് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളോട് CI ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇവിടെയുണ്ട് പ്രതിയായിട്ടുള്ള ജുമൈലത്ത്, ഈ പോലീസ് സ്റ്റേഷനകത്തുണ്ട്. ഏകദേശം 9 മണിക്ക് ശേഷം ഈ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് പോലീസും പറയുന്നത്. പ്രധാനമായിട്ട് ഫെബ്രുവരി 26-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ജുമൈലത്ത് പ്രസവിക്കുന്നത്. ഇതിനുശേഷം വീട്ടിലെത്തി തൻ്റെ 3 മക്കളുടെയും അമ്മയുടെയും ഒപ്പമാണ്, സ്വന്തം വീട്ടിലാണ് താമസം. ഇതിനൊടുവിലാണ് ഒരു ദിവസം പുലർച്ചെ അമ്മയും മക്കളും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ കാര്യത്തിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അക്കാര്യത്തിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം വരൂ എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം ഇവരുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, പലപ്പോഴും പല രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് അടക്കം പറയുന്നത്. പ്രധാനപ്പെട്ട സോണലൊപ്പം തന്നെ ഈ കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്, അതിനുള്ള ഒരു കാരണം ഏത് തരത്തിലാണ് പോലീസ് പറയുന്നത്? പോലീസിൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തലും പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? കിപ്പി, പ്രധാനമായി പറയുന്നത് ഈ സ്ത്രീ, അതായത് ജുമൈലത്ത് കഴിഞ്ഞ 1 വർഷത്തോളമായി ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ഇതേ തുടർന്നാണ് പിന്നീട് ഇവർ ഗർഭിണിയാകുന്നതും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതും പ്രസവിക്കുന്നതും എല്ലാം തന്നെ. 3 മക്കളുണ്ട് ഈ കുട്ടിക്ക്. 4ാമത്തെ കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ മൃഗീയമായി കൊലപ്പെടുത്തിക്കൊണ്ട്, നമുക്കറിയാം 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മൃഗീയമായി കൊലപ്പെടുത്തിക്കൊണ്ട് കുഴിച്ചു മൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. ഈ കൊലപ്പെടുത്താനുണ്ടായ കാരണത്തിൽ ഇവരുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, പല രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരം ഇതിന് ശേഷം മാത്രമേ, വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ലഭിക്കൂ എന്നുള്ളത് കൂടി പോലീസ് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ന് 9:30 കൂടി കുട്ടിയുടെ ഭൗതികദേഹം പുറത്തെടുക്കാനുള്ള നടപടി ഉണ്ടാകും. ഇതിന് ശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. KP, ഇന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ് നടക്കുക. ഒപ്പം ജുമൈലത്തിൻ്റെ അമ്മയെ ചോദ്യം ചെയ്യുകയാണ്. നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് ലഭ്യമായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറത്ത് നിന്നും സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.